ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കനത്ത താക്കീത്. സാങ്കേതികത്വമല്ല പറയേണ്ടത്, ഉത്തരവ് അനുസരിക്കുകയാണ് വേണ്ടതെന്ന് സുപ്രീം കോടതി SBയോട് പറഞ്ഞിരിക്കുന്നു. SB നിരത്തിയ വാദങ്ങൾ, ഡാറ്റ കളക്ട് ചെയ്യാൻ സമയം വേണം, ജൂൺ 30 വരെ സമയം വേണം, 26 ദിവസം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നുവെന്ന് സുപ്രീം കോടതി SBയോട് ചോദിച്ചിരിക്കുന്നു. സാങ്കേതികത്വം പറഞ്ഞിരിക്കാതെ ഉത്തരവ് അനുസരിക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും K രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ സുതാര്യതയില്ലായ്മ, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലെല്ലാം കൃത്യമായി സുപ്രീം കോടതിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ SBI എന്ന് പറയുന്ന ബാങ്ക് കൂടി കേന്ദ്ര സർക്കാരിൻ്റെ താളത്തിന് തുള്ളുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ സാങ്കേതികത്വം ഇരിക്കേണ്ട, ഉത്തരവ് അനുസരിക്കുക, സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവ് അനുസരിക്കുക എന്ന് പറയുന്നു. എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് രാജേന്ദ്രൻ? സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനങ്ങളാണ് ഈ SBIക്കെതിരെ വന്നിരിക്കുന്നത്. SBIക്കെതിരെ എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്ന് തന്നെ പറയാം. കാരണം SBIയെ പൂർണ്ണമായും ഇന്ന് നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്ന്, വിധി വന്നതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്തത്? അന്ന് വ്യക്തമായി പറഞ്ഞതാണ്, മാർച്ച് 6-ന് മുമ്പ് ആരെല്ലാമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയത്, ആർക്കെല്ലാമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയത്, ഇതിൻ്റെ വിശദാംശങ്ങൾ SBI പ്രസിദ്ധപ്പെടുത്തണം. വിധി വന്നതിന് ശേഷം സുപ്രീം കോടതി നൽകിയ ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത്, അത് പറയണം. 2, തെറ്റുവരുത്താൻ ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹരി സാൽവെ നൽകിയ ഒരു വിശദീകരണം എന്തെന്നാൽ, വളരെ കൃത്യതയോടുകൂടി തെറ്റുകളില്ലാതെ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കണമെങ്കിൽ കുറേയേറെ സമയമെടുക്കുമെന്നതാണ്. തിടുക്കപ്പെട്ട് വിവരങ്ങൾ നൽകാൻ കഴിയില്ല. രാജ്യത്ത് 1-ാം നമ്പർ ബാങ്കാണ് SBI. അതുകൊണ്ട് തന്നെ ഇതിന് സാവകാശം വേണം എന്നൊരു അഭ്യർത്ഥനയാണ് SBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞത്, ഞങ്ങൾക്കറിയേണ്ടത് ഇതിൻ്റെ സാങ്കേതികത്വമല്ല, നിങ്ങൾ എന്ത് നടപടി കൈക്കൊണ്ടു. ഒന്നാമത് ഇതിങ്ങനെ ഈ SBI പറയുന്നതിന് പിറകിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇത്ര താമസിച്ചു? അതായത് ഇതിൻ്റെ സമയപരിധി അവസാനിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സിജു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്ന് മൻമോഹൻ സിംഗ് ആണ് രാജ്യം ഭരിക്കുന്നത്. അന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി, അന്നത്തെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി രാജ്യം മുഴുവൻ പ്രസംഗിച്ച് നടന്ന ഒരു വിഷയമുണ്ട്. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ അനധികൃത നിക്ഷേപങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് അത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കുമായി തുല്യമായി വിതരണം ചെയ്യുമെന്നതാണ്. രാജേന്ദ്ര, ഇപ്പോൾ ഇതിനകത്ത് ഈ കോടതിയുടെ ഈ രൂക്ഷമായ വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ കോടതിയെ കൂടി പറ്റിക്കുകയാണ്. കോടതി അന്ന് ഈ ഉത്തരവിട്ടപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഓരോ പണവും ഇലക്ട്രൽ പാർട്ടിക്ക്, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന പണം ആര് നൽകി, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് പറഞ്ഞതിന് പിന്നാലെയാണ് കോടതി പറഞ്ഞത് ഈ മാർച്ച് 6-നകം വിവരങ്ങൾ നൽകണമെന്ന്. മാർച്ച് 6 കഴിഞ്ഞു, ഇന്ന് 11-ാം തീയതി ആയപ്പോൾ വീണ്ടും SBI എത്തിയിരിക്കുകയാണ് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. വളരെ കൃത്യമാണ്, SBIക്ക് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പണം നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ അതിന് തിരിച്ചടി കേന്ദ്ര സർക്കാരിനാണ്. തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു ആഘാതം BJPക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് SBI കേന്ദ്ര സർക്കാരിനൊപ്പം തുള്ളിക്കളിക്കുന്നു, കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് കൃത്യമായി സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്ന് ന്യായം പറയാതെ മര്യാദയ്ക്ക് ഉത്തരവ് നടപ്പാക്കുമെന്ന് സുപ്രീം കോടതി പറയുന്നത്. അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിമർശനത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇലക്ട്രൽ ബോണ്ട് കേസിലെ സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചുകൊണ്ടും ഒരു ഭീഷണിയുടേതായ സ്വരത്തിലും സുപ്രീം കോടതിയെ ഒരു റാലിയിൽ വെച്ച് വിമർശിച്ചിരുന്നു. അത് പരിഹാസവുമാണ്, അതോടൊപ്പം തന്നെ ഭീഷണിയുമാണ്. അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്, ഈ കുചേലൻ ശ്രീകൃഷ്ണന് അവയിൽ കൊടുത്തത് ഇന്നായിരുന്നെങ്കിൽ ഒരാൾ സുപ്രീം കോടതി ഒരു ഹർജി കൊടുക്കുമായിരുന്നു, സുപ്രീം കോടതി ഇത് അഴിമതി കേസാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നടപടിയെടുക്കുമായിരുന്നു. ഈ രീതിയിലൊരു ഭീഷണിയുടെ സ്വരത്തിലുള്ള പരിഹാസം സുപ്രീം കോടതിക്ക് നേരെ ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നടത്തിയതിന് ശേഷമാണ് സുപ്രീം കോടതി നിങ്ങളുടെ ഈ ഭീഷണിയിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് അത് അവർ പരസ്യമായി പറയുകയല്ല, അത്തരത്തിലുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഈ SBIയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. നിങ്ങൾ സാങ്കേതികത്വം പറയാതിരിക്കൂ, നിങ്ങൾ പറയൂ, കാരണം പറയാതിരിക്കൂ. ഇത്ര 26 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ടാണ് ഈ ഒരു SBIയെ പോലുള്ള ഒരു ബാങ്കിന് ഒരു ദിവസം പോലും വേണ്ട,
ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷനെല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. അതെല്ലാം ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ, ആരെല്ലാമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എടുത്തത്, ഏതെല്ലാം പാർട്ടികൾക്ക് നൽകി, എത്ര നൽകി, അവരാരെല്ലാമാണ്, അവരുടെ വിശദാംശങ്ങൾ ക്രോഡീകരിക്കാൻ ഒരു ദിവസത്തെ പോലും സാവകാശത്തിൻ്റെ ആവശ്യമില്ല. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഈ രീതിയിൽ SBI കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതിക്ക് മുമ്പാകെ SBIയുടെ അഭിഭാഷകൻ ഉരുണ്ട് കളിക്കുന്നത്. ഇതിന് പിറകിലെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ SBI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂൺ 30 വരെ സമയം നൽകണമെന്നാണ്. ജൂൺ 30 എന്ന് പറയുമ്പോൾ അടുത്ത ഏപ്രിലോടുകൂടി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു. മെയ് മാസത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോൾ BJP യെ സംബന്ധിച്ച് മറക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആരൊക്കെയാണ് പണം നൽകിയത്? വളരെ സുതാര്യമായി കോടതി ചോദിച്ചിരിക്കുന്നു. നിങ്ങൾ ആരിൽ നിന്ന് പണം വാങ്ങി, ആരൊക്കെയാണ് പണം നൽകിയതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി നൽകുക എന്നുള്ളതാണ്. പുതിയ കാലഘട്ടത്തിൽ സാങ്കേതികവിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ SBI പോലുള്ള ബാങ്കിന് അത് തന്നെ കോടതി തന്നെ പറയുന്നു, നിങ്ങളുടെ മുംബൈ ബ്രാഞ്ചിലല്ലേ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും ഉള്ളത്, നിങ്ങൾക്കൊരു 10,000 പേരുടെ വിവരങ്ങളെങ്കിലും എടുക്കാമായിരുന്നില്ലേ? ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിലെ വാദം സുപ്രീം കോടതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SBI നിരത്തിയ വാദങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട നിശ്ചിത വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മെയ് 26 തീയതി 26 ദിവസം നിങ്ങൾക്ക് മുമ്പിൽ തന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഇത്രയും ദിവസം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിക്കുന്നത്. മാത്രമല്ല സാങ്കേതികത്വം പറഞ്ഞിരിക്കാതെ മര്യാദയ്ക്ക് ഉത്തരവനുസരിക്കുമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. രാജേന്ദ്ര, തുടരാം. ഇതെന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിനെ ഭയക്കുന്നതെന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരെല്ലാമാണ് കള്ളപ്പണം വെളുപ്പിച്ചത്? 1. 2, കള്ളപ്പണം വെളുപ്പിച്ച കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ആനുകൂല്യങ്ങൾ, അതിൻ്റെ പട്ടികയും പിന്നാലെ പുറത്തു വരും. എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ആ ഒരു റൂട്ട് മാപ്പ് അത് കൃത്യമായി ജനങ്ങൾക്ക് മുമ്പാകെ എത്തും. ഇത് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടേതായിട്ടുള്ള അനധികൃത നിക്ഷേപം, ആ നിക്ഷേപം മുഴുവൻ പിടിച്ചെടുക്കും, അത് രാജ്യത്തെല്ലാ ജനങ്ങൾക്കും അത് തുല്യമായി വീതിച്ചു നൽകുമെന്നെല്ലാമാണ് നരേന്ദ്രമോദി അന്ന് പ്രസംഗിച്ച് കാണുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ അന്ന് രാത്രി പുതിയ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. അതായത് വിദേശ രാജ്യങ്ങളിലെ ഈ ഒരു അനധികൃത നിക്ഷേപം, പക്ഷേ ഇതിനകത്ത് ഈ അനധികൃത നിക്ഷേപം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടിൽ വിദേശത്ത് നിന്ന് പോലും ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടി 3 നിയമങ്ങൾ വരെ മാറ്റിമറിക്കുകയും ചെയ്തു. വിദേശത്ത് നിന്ന് പണം മേടിക്കാം, രാജ്യത്ത് നിന്ന് പണം മേടിക്കാം, ആർക്ക് വേണമെങ്കിലും പണം നൽകാം, ആർക്ക് വേണമെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാം. അതുതന്നെയാണ് ഈ കേന്ദ്ര സർക്കാർ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ചെയ്തത്, അല്ലേ? അതെ. അതുമാത്രമല്ല, ഇതിനകത്തുണ്ടായൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊന്നും അധികം പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഈ നരേന്ദ്രമോദി 2014 ഒരു ടാസ്ക് ഫോഴ്സിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നിക്ഷേപം പിടിച്ചെടുക്കുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സിനെ, ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു അതിൻ്റെ മേധാവി. ആ ഒരു സംഘത്തിന് മുന്നിലെത്തിയ ഏറ്റവും ആദ്യത്തെ പരാതി അദാനി ഗ്രൂപ്പിനെതിരായിരുന്നു. അദാനി ഗ്രൂപ്പിനെതിരെ പരാതി കൊടുത്തു, അതിനെപ്പറ്റി അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ പിന്നീട് വേട്ടയാടപ്പെട്ടു. ആ ടാസ്ക് ഫോഴ്സിലൂടെ ഇതിപ്പോൾ 10 വർഷം കഴിഞ്ഞു ആ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച്. ഒരു രൂപ പോലും, 1 രൂപയുടെ കള്ളപ്പണ നിക്ഷേപം പോലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല, ഒരാൾ പോലും പിടിക്കപ്പെട്ടില്ല. എന്ന് മാത്രമല്ല 10 വർഷം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ സുപ്രീം കോടതി പ്രധാനപ്പെട്ടൊരു വിധിന്യായം, കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളവരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വിധിന്യായം, ആ വിധിന്യായത്തിൻ്റെ ഉത്തരവ് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ബാങ്കിനോട് ചോദിക്കുമ്പോൾ ആ ബാങ്ക് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വിശദാംശങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് വെളിപ്പെടുത്താൻ സാധിക്കില്ല.